ഇത് കണ്ടോ ഉള്ള സ്ഥലം കണ്ടോ, കയറി പോകുന്നുണ്ടോ? പിന്നെ ഇവിടെ സ്ഥലം പോലും ഇല്ല. അവിടെ ചെന്നിട്ട് കുത്തി കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. ഓ അങ്ങോട്ടേക്ക് ഇതിലൂടെ കറങ്ങി കണ്ടോ, കാണിച്ചു കണ്ടോ? ഇങ്ങനത്തെ കുറേ നല്ല മൂവായിരുന്നു, നല്ല മൂവ് പറയുന്നില്ല സത്യം. ഗുഡ് മോർണിംഗ് അഗൈൻ. സോ സാറ്റർഡേ 10th ഞാൻ ഇന്നലെ ഇവിടെ വന്നു. വൈകിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഐ എം ജസ്റ്റ് ഗോയിങ് ബാക്ക്. അപ്പോൾ ഇന്നലെ പകുതി വഴി, അതായത് കഴിയാനായപ്പോഴത്തേക്ക് എൻ്റെ 2 ബാറ്ററി തീർന്നു. 3ാമത്തെ ബാറ്ററി ഇടാനുള്ള ടൈം കിട്ടില്ല. അപ്പോഴത്തേക്ക് കോയമ്പത്തൂർ സിറ്റീനുള്ളിൽ കയറി. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള അട്രോസിറ്റീസും ഒന്നും പറയണ്ട, ഭയങ്കര തിരക്കും ആൾക്കാരുടെ പോക്ക്. നമ്മുടെ കേരളം എത്ര മനോഹരം, പ്രത്യേകിച്ച് ആൾക്കാരുടെ വണ്ടി ഓടിക്കുന്നതിൻ്റെ സെൻസും. ദിസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് ഹിയർ. Coimbatore, inside Coimbatore city, I mean, it's too difficult, man. I mean, too many people. ഒരുപാട് ആൾക്കാരും ചെറിയ സ്ഥലവും. കാരണം basically the city was not equipped to accommodate too many people. കാരണം it was a small city, it was a very cool city. ഭയങ്കര ചെറുതായിരുന്നു. It was അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന. It's a very nice city. ഇപ്പോൾ IT has entered the arena. Things have drastically changed. So അപ്പോൾ അത്രയും ആൾക്കാർ വന്ന് അത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. അപ്പം ഇത്ര IT ആൾക്കാർ വരുമ്പോൾ ഡെഫിനറ്റ്ലി ലോക്കൽസ് ഒരുപാട് ആൾക്കാർ വേണ്ടി വരും, അവരുടെ നീഡ്സ് കേറ്റർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് അവരുടെ പെനട്രേഷൻ ഭയങ്കരമുണ്ട് പുറത്തു നിന്നൊക്കെയുള്ള ആൾക്കാർ. ഈ സിറ്റിനുള്ളിൽ കിടന്ന് വരകാൻ മൈൻഡ് വരില്ല. അതിനേക്കാളും എത്രയോ സുഖമാണ് നമ്മുടെ കേരളം. പ്രത്യേകിച്ച് കൊച്ചിനൊക്കെ ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് യു വോണ്ട് ഫീൽ ദാറ്റ് ബിക്കോസ് യു ഹാവ് ഡിഫറെൻറ്റ് പ്ലേസസ് ടു മൂവ് അറൗണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കൺസ്ട്രക്ഷനൊക്കെ ഇറ്റ്സ് നല്ല ടോപ്പ് നോച്ചിൽ. സ്പീഡ് കുറച്ച് സ്ലോ ആണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷേ എന്നാലും ഇഫ് യു ലുക്ക് അറ്റ് ഓവറോൾ റോഡ്സ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ് ഇറ്റ് ഇസ് അമേസിംഗ്. ഇവിടെയൊക്കെ ഇഷ്ടംമാതിരി മലയും കല്ലും ഒക്കെ ഉള്ളതുകൊണ്ട് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കണമെങ്കിൽ ഇറ്റ്സ് ഈസി. ഇവിടെയൊക്കെ റോഡ് ബ്ലോക്കാക്കി വെച്ചിരിക്കുക. ഐ ഡോണ്ട് നോ വൈ. കോയമ്പത്തൂരിൻ്റെ ഔട്ട്സ്കേർട്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ടുവേർഡ്സ് ഹൈവേ റൈറ്റ്. ദിസ് ഇസ് മധുക്കരൈ. കാണിച്ചു കണ്ടില്ലേ? ഇത് ബോധമുണ്ടോ ഒമ്മനൊക്കെ? ഓ എൻ്റെ പൊന്നെ. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് ഈ റോഡ് കറക്റ്റ് ആണോ എന്നറിയില്ല. എന്തായാലും പോയി നോക്കുകയാണ് ഞാൻ. കാരണം അവിടെ ഇവിടെയൊക്കെ ബ്ലോക്കാക്കി വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഡൗട്ട്. കാരണം ഇത് വല്ല പണി നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ദിസ് വൺ ഇസ് റിയലി നൈസ് റോഡ്. കോയമ്പത്തൂർ പാലക്കാട് റോഡാണല്ലോ. അപ്പോൾ ദിസ് ഇസ് ഇന്ത്യൻ ആർമി ഏരിയ ആൻഡ് ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ദ റീസൺ ഇത് ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ബാലസാലി തമ്പീസു. I don't know what is it. So I think that's why it's a restricted place. I don't know what the hell this road is. Road ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. It's a gully. അണ്ടർ ബ്രിഡ്ജാണ്. ഇപ്പോൾ വണ്ടി കാറൊന്നും പോകില്ല, അത് വേറെ വഴിയാണ്. ഇത് ബൈക്കുകാർ ഇതിലൂടെ കയറി ഓട്ടോ ഒക്കെ കയറി പോകും. ഓ ഇതെന്താ അത്? കൊള്ളാലോ. അമ്മേ, ഒക്കെ പ്യോർ ലോക്കൽ ഏരിയ കേട്ടോ. അവൻ്റെ ചിരി ഉണ്ടല്ലേ കള്ളൻ. ചില ഏരിയയൊക്കെ അങ്ങ് തഴഞ്ഞിട്ടിരിക്കുക. എലക്ഷൻ വരുമ്പോൾ വരും. പ്യോർ വില്ലേജ് ഏരിയ കേട്ടോ. ഞാൻ ഇതുവഴിയൊന്നും അല്ല വന്നത്. ഇതെന്നെ വേറെ റൂട്ടിലേക്ക് കയറ്റി വിടുക. ദൈവത്തിനറിയാതെ ഇതിലൂടെ പോകുന്നത്. ഈ ഗൂഗിളിൽ ഒരു കാലത്ത് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. I just wanted only maps to show me the straight roads. It's കുറച്ചും കൂടെ ദൂരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അത് ബൈക്ക് ആയതുകൊണ്ടാണ് ഈ റൂട്ട് കാണിച്ചത്. കാർ ആയിരുന്നെങ്കിൽ ഈ റൂട്ട് കാണിക്കില്ല. റൈറ്റ്. എൻ്റെ പൊന്നെ, ഇതൊക്കെ ഏതാണോ സ്ഥലം? എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ദൈവത്തിനറിയാം. പാലക്കാട് നേരെ മധുക്കരൈ ഇങ്ങോട്ടേക്ക്. ശരിക്കും പറയാം, നമ്മൾ ഈ റൂട്ടിലൂടെയാണ് കയറി വരുന്നത്. കാറുകൾ ഇപ്പോൾ ഈ വരുന്ന ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് ഈ റോഡ് നേരെ കയറിയാണ് പോകുന്നത്. എനിക്ക് ഹൈവേ കയറിയാൽ മതി, പിന്നെ പ്രശ്നം കഴിഞ്ഞ്. സേലം ലെഫ്റ്റ് ഹൈവേ എത്തി. പാലക്കാട് 41, എറണാകുളം 167. ഇതാണ് ആ മല. സോ നൈസ് മാൻ. മലേൻ്റെ മുകളിലേക്ക് മേഘം ഇങ്ങനെ കെട്ടി അങ്ങ് കിടക്കുക. സോ ബ്യൂട്ടിഫുൾ. നോക്കി നിൽക്കാൻ തന്നെ എത്ര സുഖമാണോ. കുളിര് വരുന്നു. ഐ നോർമലി കം ഹിയർ ദിസ് സൈഡ് ജസ്റ്റ് ടു സീ ദിസ് മൗണ്ടൻസ് ബിക്കോസ് ഇറ്റ് ചേഞ്ചസ് കളേഴ്സ് എവറി നൗ ആൻഡ് ദെൻ. നല്ല മേഘമൊക്കെ കെട്ടി. സോ സൂപ്പർ. മലേൻ്റെ ഓപ്പോസിറ്റ് ഇതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഇറ്റ്. ഇവിടെ ഒരു അമൃതാസ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിൽ there is something, it looks replica of a fort and there is a big flag too. I don't know what is it. എന്നോട് ചോദിച്ചു. സർ അത് എന്നതത് അന്ത ബിൽഡിങ് ബാൽമനായി. ഇവിടെ വന്ന് തമിഴ് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാലും നമ്മുടെ
ഹിന്ദി സ്പീക്കിംഗ് ആണ് കൂടുതലും. ഓ ഉണ്ടോ പർവ്വത നിരകൾ സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ. ആ ബാക്കിൽ പർവ്വതവും ഇപ്പുറത്ത് നമ്മുടെ സിമെൻറ്റ് കമ്പനീസ് ആണല്ലോ കംപ്ലീറ്റ്. ACC സിമെൻറ്റ്, അതിൻ്റെ അപ്പുറത്ത് മലബാർ ആണെന്ന് തോന്നുന്നു. ഓ മൗണ്ടൻ ഒരു രക്ഷയില്ല കേട്ടോ, എന്നാ ഭംഗിയാണത്. ഇവിടെയാണ് ബോർഡർ. വെൽക്കം ടു കേരള. വാളയാർ. കേരളത്തിലേക്ക് കയറിയപ്പോൾ തന്നെ റോഡിൻ്റെ സ്മൂത്ത്നെസ് മാറിയതുണ്ട്. അവിടെ ഇല്ലാന്നല്ല കേട്ടോ, അവിടെ അടിപൊളിയാണ്. കളർ തന്നെ മാറിയതുണ്ട്. ഇവിടുത്തെ ചെടികളും ഒക്കെ വെച്ച് ഞാൻ പറഞ്ഞില്ല, നമ്മളിവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ടല്ലോ കുറേ സ്ഥലം ഓവർ ബ്രിഡ്ജുകൾ പണിയുന്നുണ്ട്. ആ പണിയെല്ലാം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് സ്ട്രൈറ്റ് കൊച്ചിന് അങ്ങനെ വെരി ഈസി. ഇടത് മുറുക് ചെയ്യുക, ഇല്ലെങ്കിൽ ഫൈൻ 1000 ലെഫ്റ്റിലൂടെ പോകാനാണ് പറയുന്നത്, പക്ഷെ ആരും പോകില്ലല്ലോ. കണ്ടോ എന്തോ ജനാന്നറിയോ ടിക്കറ്റ് വാങ്ങിക്കാനായിട്ട്. ഇവിടെ വന്നിട്ട് കെട്ട് വാങ്ങിച്ചിട്ടങ്ങ് പോകും. ഓ ഇതെന്തൊരു സൗണ്ടാണ് അതിൻ്റെ. ചേട്ടാ ഞാനൊന്ന് ഓവർടേക്ക് ചെയ്തോട്ടെ, പുറകിൽ വണ്ടി അടിച്ചു വിട്ട് വരുന്നുണ്ട്. ഇതാണ് മറ്റേ റിസർവ് ഫോറസ്റ്റ്. നല്ല രസമാണ് കാണാൻ ഇവിടെ. ടിമ്പറിൻ്റെ അവരുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ആ സംഭവം. മഴ പെയ്യുന്നില്ല, ദൈവം കാത്തു, അത്രേ പറയാനുള്ളൂ എനിക്ക്. രാവിലെ ദൈവമേ വീട്ടിലെത്തിക്കാൻ മഴ ഉണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയതാ. അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഓ എന്താ ഭംഗിയില്ലേ. കേരളം ചാടി അപ്പം മരങ്ങൾ തുടങ്ങി. എല്ലായിടത്തും മരങ്ങളും ചെടികളും പച്ചപ്പും ഹരിതാപും ഒന്നും പറയണ്ട. കേരളത്തിലെ നമ്മളെ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരായാലും ആരായാലും കുറച്ചും കൂടെ നന്നാക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ അത് നല്ല രസമായിട്ട് നിർത്താൻ പറ്റുന്നൊരു സ്ഥലമാണല്ലോ. അവിടെ ഈ കുറേ കണ്ടമാനം പെനിട്രേഷൻ കൊണ്ടുവന്ന് IT മറ്റേതൊക്കെ വന്ന് നാട് ഇല്ലാണ്ടായി പോകും. അല്ലെ അതിന് മാത്രം റോഡുകളൊക്കെ വലുതാവണം, എന്നാൽ പിന്നെയും കുഴപ്പമില്ല. ഞാൻ ഇവിടെ വന്നപ്പം ഈ സൈഡിൽ നിർത്താൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഇവിടെ കനാൽ പിരിവ് എന്ന് പറഞ്ഞ സ്ഥലമാണ് പാലക്കാട്ടിലേക്ക് പോകുമ്പോൾ. അവിടെ ഈ മലയുടെ എനിക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഷോ ഇറ്റ് യു ഗൈസ് മാൻ, ജസ്റ്റ് ലുക്ക് അറ്റ് ദ കളേഴ്സ്. ഇതുണ്ട് ഇവിടെ, ഇത് പറയണം ഇനി കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോയാൽ ഷോ ഇറ്റ് യു. ഇതുണ്ടോ, ഷീസ് ഹ്യൂജ്, ഷീസ് റിയലി ഹ്യൂജ്. ഷീസ് ലൈക്ക് ആനക്കൂട്ടം കിടക്കുന്ന വരില്ലേ. മരങ്ങളും അതിൻ്റെ ഇടയിലെ ചെടികളും അതിൻ്റെ കളറും എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു നന്നായിട്ട്. ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് എനിക്ക് കാണാം. കണ്ണിൽ കാണുന്ന സുഖം ഒരിക്കലും നമുക്ക് വീഡിയോയിൽ കിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും കുട്ടൻ 86 വരെ എത്തി. അധികം മൂപ്പിക്കണ്ട, പാവത്തിന് ക്ഷീണമാവും. ഇതേപോലത്തെ ചെറിയ ഹൈവേയിലൊക്കെ ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാലാണ് ഭയങ്കര പണിയായി. പുറകുന്ന് വരുന്നത് കാണില്ല. ഇത് പഴയ വണ്ടി ആയതുകൊണ്ട് നമ്മുടെ മറ്റേ പുതിയ വണ്ടികൾക്കൊക്കെ ഒരു ഹസാർഡിൻ്റെ ഒരിത് കൊടുക്കല്ലോ. അപ്പോൾ നമ്മൾ പുറകിൽ കൊണ്ട് വെച്ചാൽ മതി ഒരു സ്റ്റാൻഡ്. അതില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്യാനും പറ്റില്ല. ഭയങ്കര സ്പീഡിലൊക്കെ ആൾക്കാർ വരികയാണെങ്കിലേ നല്ല പണിയും കിട്ടും. അതിനാണ് ഇവരുടെ ഒരു നമ്പർ ഉണ്ടല്ലോ 1033. So normally people do not know, right? എനിക്കും അറിയില്ലായിരുന്നു. Then I started looking at on the sites. Helpline number ആണല്ലോ. Here is one number 04912802802814. So if you call them, I think they will come and help you. You know, because this road which we pay toll for, right? Upon they are also responsible to ensure that there is security things are being taken care, and any mishaps happen, any breakdowns, they ensure that they kind of tie you to the right people. അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഒരു പഞ്ചറൊക്കെ ആണെന്നുണ്ടെങ്കിൽ they might be able to help you as well, right? അതാണ് മോനെ ട്രക്കുകാരാ കയറ്റല്ലേ പുറകിൽ വണ്ടി. ഇതാണ് നാരങ്ങാമ്പള്ളി റിവർ. ഇന്നലത്തെ പോലെ തന്നെ നല്ല കാറ്റാ, ഒരു രക്ഷയില്ല. ഇങ്ങനെ ആട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെറിയൊരു പേടിയുണ്ട് തെന്നി പോവോ എന്നുള്ളത്.
പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്, പെയ്യുമെന്നുള്ളതുകൊണ്ട് വെയിൽ പുറത്തേക്ക് ചാടുന്നില്ല, അതിനെക്കൊണ്ട് ചൂടില്ല, അതിനെക്കൊണ്ട് നല്ല സുഖമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ തീരെ വെയിലുമില്ലാത്തതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ചെറിയ തണുപ്പുമുണ്ട്. ഇറ്റ്സ് നൈസ്. ഇതാണ് നമ്മുടെ യാക്കര പുഴ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇറ്റ്സ് റിയലി നൈസ്. നടുക്കൊക്കെ ഇതൊക്കെ ആയിട്ട് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഇതിനിടയിൽ കുറേ മരങ്ങളും സാധനങ്ങളൊക്കെ. നല്ല കാറ്റുമാണ്, തണുത്ത കാറ്റ്. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ. അവിടെ ബൈക്ക് നിർത്തി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്ന്, ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ പോവുകയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വന്ന് കാണണമെന്നുണ്ടെങ്കിലേ ഈ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്യുക. ഇവിടെ പാലത്തിൻ്റെ മുകളിൽ കഴിഞ്ഞ് ഇവിടെ നിന്ന് കൊണ്ട് നടന്നു വന്ന് കണ്ടാൽ മതി. ഇതാണ് എൻ്റെ ബൈക്ക് പാക്കിങ്. എല്ലാം പുറത്തേക്ക് കിടക്കുക, ഒക്കെ സെറ്റാക്കട്ടെ. യാക്കരപ്പുഴ കണ്ട്. ഓ മൈ ഗോഡ്, അതെന്ത് വണ്ടിയത്? അതൊന്ന് പോയി നോക്കണമല്ലോ. അടിപൊളി. I can't reach him. He has just went, and it's an international number. He's just cruised like crazy, man. ഒരൊറ്റ പോക്ക് നമുക്ക് അവിടെ എത്തിയാ പുള്ളി. എനിക്ക് പുള്ളിനെ പിടിക്കാൻ പറ്റില്ല, കാരണം പുള്ളി അമ്മ പോക്കാ പോണത്. ഓ മാൻ, ഹീസ് ഗോൺ. തൃശ്ശൂരിലുള്ള സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ 6 ലൈൻ കുറേ ഭാഗത്ത് ഇങ്ങനെ ഭയങ്കര വീതി കൂടിയുണ്ടല്ലോ. അത് ഭയങ്കര രസം കേട്ടോ. നല്ല വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഭയങ്കര ഭംഗിയാണ്. ഇങ്ങനെ നിലയില്ലാതെ കിടക്കുക റോഡ് അങ്ങ് ദൂരത്തോളം. കുതിരാനിലേക്ക് കയറുമ്പോഴുള്ള ബ്യൂട്ടി, ഒന്നും പറയാനില്ല മാൻ. ഈ മലനിരകൾ ഒരു രക്ഷയില്ല. ഈ സാധനമാണ് അവർ കുഴിച്ചെടുത്ത് നമുക്ക് സൗകര്യം ചെയ്തത്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോഴും ആ ഇടവഴി കൂടെ കയറി, അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ കയറി, മലയൊക്കെ കയറി താഴെ എത്തുമ്പോഴത്തേക്ക് അതുപോലത്തെ തിരക്കും. ഇപ്പോൾ തന്നെ ഉണ്ടല്ലേ, 6 ലൈൻ ആയിട്ട് തന്നെ ഇത്ര വണ്ടികൾ. മറ്റേ അന്നത്തൊക്കെ അവിടെയൊക്കെ പേട്ട് കിടന്നിട്ട് ഓർക്കുമ്പോൾ പേടിയാവുക. സൂപ്പർ ബ്യൂട്ടി. ഫോർട്ടിയിൽ പോകണമെന്നാണ് പറയുന്നത്. ഭയങ്കര സൗണ്ടാട്ടോ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞിട്ട്. ഷൂസ് ക്യാരി ആരൊക്കെ ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് തോന്നുന്നു. ദിസ് ഈസ് എ വെരി സ്മോൾ സ്ട്രെച്ച് ഐ വുഡ് സേ. നമ്മുടെ വേറെ സ്ഥലത്തൊക്കെ ഇന്ത്യയിൽ പലയിടത്തൊക്കെ ബിഗ്ഗർ സ്ട്രെച്ചസ് അത്. അതിലൂടെ പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ദിസ് ഈസ് റിയലി നൈസ്. എന്തോ പേടിപ്പിക്കുന്ന എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ, ടയർ വരയുന്നതോ, മുഴക്കം. പൊളി മോനെ പൊളി. ഐ റിയലി വാണ്ടഡ് ടു ഷൂട്ട് ദിസ്. ഈ ഒരു ഹൈഡ്രോ പ്രോജക്റ്റ് ഉണ്ട്, കേരള വാട്ടർ അതോറിറ്റി. ഇറ്റ്സ് നൈസ്. നല്ല രസമല്ല, ബ്ലൂ കളറിൽ. അതവിടെ ആ മല ഓൺ ടുവേർഡ്സ് ദിസ് സൈഡ്. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാൻ ഭയങ്കര ഭംഗിയാണല്ലോ. നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണുള്ളത്. അടുത്ത പ്രാവശ്യം ഇടുക്കിക്കൊന്ന് പോകണം. ഇടുക്കി, മൂന്നാർ, ആ സൈഡ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ്. മെല്ലെ ഓരോ ട്രിപ്പ്, 1 റോഡ് അറ്റ് എ ടൈം. അതാണല്ലോ എൻ്റെ ടാഗ് ലൈൻ. ഒത്തി ഉഷാറാണ്. ഇവിടെ നിന്നുള്ള കുറേ ഡൈവേർഷൻസ് ഒക്കെ വരുന്നത്. ഇതിൻ്റെ ഇടയിലേക്കൊക്കെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഫാമും അഗ്രികൾച്ചറിൻ്റെ ഇതൊക്കെ ഉള്ളത് ഇവിടെയാണ്. ഇതിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു. ഇവിടെ എത്തുമ്പോൾ ആകെയുള്ളൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കാറിലൊക്കെ ആണെങ്കിൽ പുറകിൽ നിൽക്കുക. ബൈക്കിലാകുമ്പോൾ നമുക്കിങ്ങനെ കയറി അങ്ങ് പോകണം. ഈ ബസ്സുകാർ ഇവരെ കയറി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഈ പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് കയറി അങ്ങ് പോവാം. ശരിക്കും എല്ലാവരും വന്ന് സൈഡ് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. എല്ലാവരും ഒരു ഓർഡർലി ഫാഷനിൽ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്തായാലും ദൈവമേ, വല്ലാത്ത ആൾക്കാർ തന്നെയാണ്. ഇത് കണ്ട ഉള്ള സ്ഥലം കണ്ട, കയറി പോകുന്നുണ്ടോ? ഇവനോട് സ്ഥലം പോലും ഇല്ല. ഇവിടെ ചെന്നിട്ട് കുത്തി കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങോട്ടേക്ക് ഇതിലൂടെ കറങ്ങി കണ്ട, കാണിച്ചേണ്ട. ഇങ്ങനത്തെ കുറേ നല്ല മൂവായിരുന്നു. നല്ല മൂവ് പറയുന്നില്ല സത്യം. നോക്കിക്കേ, ബ്ലോക്ക് കണ്ടോ? ഫക്കിങ് ബ്ലോക്കാണ് മോനെ, ഒരു രക്ഷയില്ല. വളരെ സന്തോഷത്തോടു കൂടി പറന്നിവിടെ എത്തിയതാ.
അങ്കമാലി സമയം 3:45. ഭയങ്കര ബ്ലോക്ക് കിട്ടും, ഒരു രക്ഷയില്ല. ഇത് കണ്ട കാറുകാർ കണ്ടില്ലേ, സമ്മതിക്കൂല, ബൈക്കിനെ പോലും കയറ്റി വിടാൻ സമ്മതിക്കൂല. മര്യാദയ്ക്കൊരു ലൈൻ കീപ്പ് ചെയ്തങ്ങ് പോയാൽ പോരെ, അത് പോവില്ല. 3-4 ലൈൻ ഉണ്ടാക്കി വെക്കും. സോ ഡിസപ്പോയിൻറ്റിങ് മാൻ. കട്ട ബ്ലോക്കാണ്, കട്ട ബ്ലോക്ക്. ഇതിലൂടെയൊക്കെ കയറ്റി എന്താ ടയേഴ്സ്. ഇത് വളരെ സിമ്പിളല്ലേ ശരിക്കും ഈ റോഡ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ. 2 ലൈൻ കീപ്പ് ചെയ്തങ്ങ് പോയാൽ മതി. ഈ ഒരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും സുഖമായിട്ട് നേരെ പോവാം. ഇവിടുന്ന് ഫ്രണ്ടിൽ അങ്കമാലി അവിടെ എത്തുമ്പോഴത്തേക്ക് കോട്ടയത്തേക്കുള്ള ആൾക്കാർക്ക് അങ്ങോട്ടേക്ക് തിരിയാം, എറണാകുളത്ത് കൊണ്ടുപോയവർക്ക് നേരെയും പോവാം. ഇത് ചെയ്യൂല. ഓ എൻ്റെ പൊന്നുമോനെ, എൻ്റെ ഒരു ഗ്യാപ്പ് ഇട്ട് തന്നു കഴിഞ്ഞാൽ കണ്ടതെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. നേരെ ഒരു ലൈൻ കീപ്പ് പോയാലൊരു കുഴപ്പമില്ല, അത് പോവില്ല. എന്താ ഇതിൻ്റെ ഇടയിലൂടെ കയറ്റണം, ഇതിന് ഈ ഗ്യാപ്പിൽ. സത്യം പറയാം ഗൈസ്, ഭയങ്കര ക്ഷീണടിച്ചു കേട്ടോ. ഞാൻ നിർത്താണ്ട വണ്ടി ഓടിച്ചത്. ഇവിടെ അങ്കമാലി എത്തിയപ്പോഴാണ് നിർത്തിയത്. അങ്ങനെ ഓടിക്കരുത്, ഇടയ്ക്ക് നിർത്തി ഹൈഡ്രേറ്റൊക്കെ ചെയ്തു. എന്തെങ്കിലുമൊക്കെ സ്നാക്കോ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കഴിച്ചല്ലേ, ഒരു ചായയൊക്കെ കുടിച്ച് ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തിട്ട് 2 പ്രാവശ്യം നിർത്തി സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി മാത്രം. അപ്പോൾ തന്നെ അത് 2 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എവിടെയും നിർത്തിയിട്ടില്ല. പിന്നെ അങ്കമാലി എത്തിയപ്പോഴാണ് നിർത്തിയത്. 3.5 hours നിർത്താണ്ട് ഓടിച്ചു. അപ്പോൾ ഈ ബൈക്കിൽ ഞാൻ 65-70 കിലോമീറ്ററിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് വാസ് എ ബിഗർ ബൈക്ക് യാതൊരു ടെൻഷനും ഇല്ല, എവിടെയും നിർത്താണ്ട് സുഖമായിട്ട് വീട് വരെ എത്തും. ഇടയ്ക്കൊന്ന് ഒരു 5 minutes ഒരു സ്ട്രെച്ച് ബ്രേക്ക് എടുത്താൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. സുഖമായിട്ട് പോവാം. ഈ തോട്ടക്കാട്ടുകര ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ റോഡ് കാലിയായിട്ട് കിടക്കുള്ളൂ. പക്ഷേ എനിക്ക് വെച്ചങ്ങ് അലക്കാൻ തോന്നും. നല്ല രസമല്ലേ. Wow. I really wanted to behind a car if everyone is forming a lane, right? ഇവിടെ ആരും ലെയിൻ ഫോം ചെയ്യില്ല. കണ്ടോ ഈ പുള്ളി കണ്ടില്ലേ, ഈ പുള്ളിക്ക് അയാളെ ഓവർടേക്ക് ചെയ്യണോ, എന്താ ചെയ്യേണ്ടത്, എന്താ ഉദ്ദേശം ആർക്കറിയാം. മൈ ഡിയർ പാലം എന്താ കിടക്കത്തെ കണ്ടില്ലേ, ആലുവ മേൽപ്പാലം. സോറി അബൌട്ട് ദാറ്റ്. അല്ലേ, നമ്മൾ എത്ര ഉപദേശമോ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മളും അതിൽ ഈ സെയിം കുറ്റം തന്നെ നമ്മളും ചെയ്യും. അതായത് പുറകിലുള്ള ആളെ ഒബ്സ്ട്രക്ട് ചെയ്ത് നമ്മൾ ഇടയിലൂടെ കയറ്റാനൊക്കെ നമ്മൾ ശ്രമിക്കും. ഐ എം ട്രൈങ് ടു കൈൻഡ് ഓഫ് റെഡ്യൂസ് ദിസ് ആൻഡ് ഇവൻച്വലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം then I will ensure that I will not be doing it at all. That's what my aim is by doing this channel. ഹെൽമെറ്റ് ഇട് മോനെ, ഹെൽമെറ്റ് ഇട്. ഒരുത്തൻ റോങ് സൈഡ് കയറി വരുന്നുണ്ട്. I love my boy. My boy was too good this trip. He just did justice by ensuring that there is no breakdown. അങ്ങനെ ഫൈനലി ഐ റീച്ച്ഡ് കളമശ്ശേരി. ഗോഡ്സ് ഗ്രേസ്. വ്ളോഗ് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ ട്രിപ്പാണ്, ഓൾമോസ്റ്റ് കവറിങ് 360 kilometers. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ട്രിപ്പ്. ഇന്നലെ പോയി ഇന്ന് തിരിച്ചു വന്നു. എക്സെപ്റ്റ് നമ്മൾ മറ്റേ കൺസിസ്റ്റൻ്റായിട്ട് ബ്രേക്ക് എടുത്ത് പോകണം. യു കനോട്ട് കണ്ടിന്യൂസ്ലി റൈഡ്, കാരണം യു വിൽ ബി ടു ടയർഡ്. ഐ എം തിങ്കിങ് അബൌട്ട് ഡൂയിങ് ഇറ്റ് ആസ് 2 parts. Hope you will like it. If you like it, please comment and if you can subscribe, that would be great. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, മെല്ലെ ആയി വരുന്നുണ്ട്. ആൻഡ് താങ്ക്സ് ടു ഓൾ ദ സബ്സ്ക്രൈബേഴ്സ് ഹു ഹാവ് സബ്സ്ക്രൈബ്ഡ്. എനിവേസ്, thank you so much for watching. Hope you have a wonderful day. Adios. Goodbye.